ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്നൊരു ബട്ടർ ടീ കേക്ക് ഉണ്ടാക്കി നോക്കാം. നല്ല ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ആകുമ്പോൾ നല്ലൊരു രുചിയുള്ളൊരു കേക്കാണ്. ഇതിൻ്റെ കൂടെ ഒരു ബ്രൗണി കൂടെ ഞാൻ ബേക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെത് സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട്സ് ആയിട്ട് ഇടാം. രണ്ടിനെയും കൂടെ ഒന്നിച്ചുള്ള മെഷർമെൻറ്റ്സ് ആണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കുക. പിന്നെ 3 മുട്ടയാണ് എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വൈറ്റ് മാത്രം എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ബട്ടർ കേക്ക് ആയതുകൊണ്ട് ഓയിലൊന്നും ആഡ് ചെയ്യാതെ ബട്ടർ തന്നെ എടുക്കുക. ഇവിടെ ഒരു 150 ഗ്രാം ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ആ സ്വീറ്റ്നെസ് മാച്ച് ചെയ്യുമ്പോൾ അത് ഓക്കെ ആയിട്ട് പോയിക്കോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് നമ്മൾ ഷുഗർ ഇട്ട് ബട്ടർ നന്നായി മിക്സാക്കി എടുത്തു. അതിനുശേഷം നമ്മൾ എഗ്ഗിൻ്റെ യെല്ലോ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള യെല്ലോവും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സാക്കി വെക്കുക. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്ത് അത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റ് ഫ്ലോർ ആണ്, മൈദയാണ്. സാധാരണ നിലയിൽ ഷുഗറിൻ്റെ അതേ അളവിലാണ് മൈദ എടുക്കുക, അല്ല മധുരത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡയും ഇട്ടിട്ടുണ്ട്. മൈദ ഒന്ന് നന്നായി അരിച്ചെടുക്കുക, കട്ടയൊന്നുമില്ലാതെ. അതിനുശേഷം ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ട് പിന്നെ ഒന്ന് അരിച്ച് 2-3 പ്രാവശ്യം അരിച്ച് കട്ടയൊന്നുമില്ലാതെ നന്നായി മിക്സ് ആക്കി എടുക്കുക. വനില എസൻസ് കൂടെ അതിനിടയിൽ ആഡ് ചെയ്യണേ. ഇത് വീഡിയോ ഷൂട്ടിങ്ങിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഒന്ന് ക്ഷമിക്കുക. ആംഗിൾ കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. ഒക്കെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഷുഗറും ബട്ടറും എഗ്ഗ് യെല്ലോവും കൂടെ മിക്സ് ആക്കി വെച്ച് അതിലേക്ക് നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റും കൂടെ മിക്സ് ആക്കുകയാണ്. ഇപ്പോൾ ഒന്നിച്ചൊഴിക്കാതെ കുറച്ച് കുറച്ചായി ഒഴിച്ച് മിക്സ് ആക്കി എടുക്കണം. ഒക്കെ മിക്സ് ആക്കി നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിന് ശേഷം ഓരോ സ്പൂണായിട്ട് ഇട്ടിട്ട് നമ്മൾ മൈദയും കൂടി ഇതിനകത്തോട്ടിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ്. ഫോൾഡ് ചെയ്ത് എടുക്കണം. നമ്മൾ ഇത് വെച്ചിട്ടൊന്നും മിക്സ് ആക്കരുത്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും, എങ്കിലും തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് പറയാമെന്ന് മാത്രം. അത് നന്നായി ഫോൾഡാക്കി എടുത്തു. ഇതിലിനിയിപ്പോൾ ഞാൻ മിക്സ് ആക്കി വെച്ചതിന് പകുതിയാണ് ഞാൻ ബ്രൗണിക്ക് വേണ്ടി മാറ്റി വെക്കുന്നത്. അതിൻ്റേത് വീഡിയോ ഷോർട്ട്സ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഇതിൽ ഞാൻ ഈ ബട്ടർ കേക്കിൻ്റെ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്സിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല്, ഇത് റൂം ടെമ്പറേച്ചറാണ്, അത് മിക്സാക്കി എടുക്കുക. അപ്പോൾ 1/2 കപ്പ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ തിക്നെസ് പാകമായിട്ട് കിട്ടും. നമ്മളെ ബാറ്ററിൻ്റെ തിക്നെസ് പാകത്തിന് നോക്കിയിട്ട് മിക്സാക്കി എടുക്കുക. നല്ല വൃത്തിയിലൊന്ന് മിക്സാക്കി ഇതുപോലെ കിട്ടണം. അതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ കുറച്ച് ബട്ടർ ഇട്ട് കുറച്ച് മൈദയും കൂടെ തൂവി ഇതുപോലെ ആക്കിയിട്ട് വേണം നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറൊന്നും അടിയിൽ വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പ്രീ ഹീറ്റഡ് ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. 180 ഡിഗ്രി സെൽഷ്യസിൽ 20-25 മിനിറ്റ്സ് വെച്ചാൽ നല്ല വൃത്തിയിൽ ബേക്കായി കിട്ടും. ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഇതുപോലെ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.